വട്ടത്തില് ഞാൻ മുഞ്ചി. 16-ാം വയസ്സിൽ നമ്മൾ ഓരോരുത്തരും എന്താ ചെയ്തോണ്ടിരുന്നത്? കൊറേ കൊല്ലായിട്ട് ഇറ്റ്സ് കമ്മിങ് ഹോം കേൾക്കുന്നതാണ്. 5 കൊല്ലത്തില് 2 കളി തോറ്റിട്ടുള്ളൂ. കൊളംബിയ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 28 കളി തോക്കാണ്ട് അൺബീറ്റൻ ആയിട്ട് വന്നേക്കാണ്. Adios amigos, welcome to the finales. Yes. First finale ഏതാ? യൂറോ. España, English. Spanish or English? അത് പറഞ്ഞപ്പോഴാ സ്പാനിഷ് ഓർ ഇംഗ്ലീഷ് അനങ്ങാണ്ടിക്കണ ഞാൻ. Spanish or English? നീ ഇത് ഇട്ടുണ്ടോ എന്നോട് തന്നെ നിനക്ക് എങ്ങനെ ചോദിക്കാം? കിട്ടിയില്ല. ഇംഗ്ലീഷ് ഇംഗ്ലണ്ട് പഠിച്ചോണ്ട് വന്നു. Would you prefer an English breakfast or a Spanish omelette? നാടൻ ദോശ. എന്തിലാവട്ടെ, നമ്മൾ സെമി ഫൈനൽ പ്രൊഡിക്ഷൻസ് നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സ്പെയിൻ ജയിക്കുന്നു നിങ്ങൾ പറഞ്ഞു, ഫ്രാൻസ് ജയിക്കുന്നു ഞാൻ പറഞ്ഞു. വട്ടത്തില് ഞാൻ മുഞ്ചി. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ യമാലിന് തിയോ ഹെർണാണ്ടസ് കൂട്ടും, നീക്കോ വില്യംസ് ആയിരിക്കും കുറച്ചും കൂടി ഫ്രീ. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നടന്നത്. യമാലാണ് ആ കളിയുടെ ഫുള്ളായിട്ട് മാച്ച് തിരിച്ചു. ഒക്കെ വിട്, ഗോള് വിട്, എല്ലാം വിട്. 16-ാം വയസ്സിൽ നമ്മൾ ഓരോരുത്തരും എന്താ ചെയ്തോണ്ടിരുന്നത്? ഞാൻ ആലോചിക്കരുത്. എന്റെ ഒരു ആന്റിയുടെ പോയിട്ട് 10ാം ക്ലാസ്സില് ചെക്കന്റെ പ്രായം. ഞാൻ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാ 16-ാം വയസ്സില് വേൾഡ് സ്റ്റേജില് ഈ പറഞ്ഞ പോലെ ISL-ഉം ഈ പറഞ്ഞ പോലെ സൗദി ലീഗും ഖത്തർ ലീഗും അങ്ങനത്തെ ലീഗല്ല, യൂറോപ്പിലെ തന്നെ വേൾഡ് കപ്പിന് ശേഷം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ട്രോഫിയില് അത്രയും വലിയ ടീമിനെതിരെ, വേൾഡ് ചാമ്പ്യൻസിനെതിരെ, ഫേവറേറ്റ്സിനെതിരെ, അത്രയും സ്ട്രോങ് ഓപ്പോണന്റിനെതിരെ ആ ഒരു പ്രഷർ താങ്ങി ബോക്സിന്റെ പുറത്തുനിന്ന് അങ്ങനെ ഒരു കിക്ക് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ യമാല് നമ്മൾ വിചാരിച്ച ആളല്ല. പ്രഷർ കിട്ടാനുള്ള പ്രായം ആയിട്ടുണ്ടാവൂല. എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പ്രായമായിട്ടുണ്ടാവൂല. കളിക്കുക, നമ്മ പറമ്പി കളിക്കണല്ലേ കളിക്കുക. സീരിയസ്നെസ് ഒന്നും കളിക്കണ്ടാവില്ല. എനിക്ക് സത്യം സത്യം സത്യം. പക്ഷേ രണ്ടിനും പ്ലേയിങ് സ്റ്റൈൽ സെയിം ആണ്, പക്ഷെ ഇത്രയും തിളങ്ങിയിട്ടില്ല. പിന്നെ ഇത്രയും ടൈമും കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് എന്തുകൊണ്ടും ഈ പറഞ്ഞതുപോലെ സ്പെയിൻ വന്ന പിന്നെ ചില പ്ലേയേഴ്സ് ഉണ്ട് ക്ലബിന് വേണ്ടി കളിക്കുമ്പോ ഗോളുകളുടെ പ്ലേയേഴ്സ് ക്ലബിന് വേണ്ടി കളിക്കുമ്പോൾ ഭയങ്കര കളിയായിരിക്കും. നാഷണൽ ടീമിൽ വരുമ്പോ ആ ഒരു പ്രതാപവും വിളിച്ചും കാണില്ല. പക്ഷേ ഇന്നലെ ഫോർഡൻ നമുക്ക് അപ്പൊ യമാല് ഈസ് ഔട്ട്റേജിയസ്, വെരി ഡേഞ്ചറസ്. ഒരു നല്ല കോച്ചിന്റെ കീഴിൽ കിട്ടിക്കഴിഞ്ഞാൽ യമാലിന്റെ പൊട്ടൻഷ്യൽ ഉള്ള കളിക്കാരാണ്. ഇഞ്ചുറീസ് വരായിട്ട് പറയാൻ പറ്റുള്ളൂ. റിക്കവർ ചെയ്തില്ലെങ്കിൽ അതിനുള്ള പ്രശ്നങ്ങൾ കിട്ടും. യമാലിന്റെ എക്സ്പീരിയൻസ് ബാർസലോണയിൽ 50 മാച്ചസ് ഓൾറെഡി കളിച്ചിട്ടുണ്ട് യമാല്. 16 വയസ്സായിട്ടുള്ളൂ. യമാലിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ള റെക്കോർഡ്സ് എന്തൊക്കെയാണെന്ന് അറിയോ? യങ്ങസ്റ്റ് പ്ലെയർ to play European Cup, youngest player to assist in a European Cup, youngest player to score in a European finals. ഇതെല്ലാം യമാലിന്റെ 16-ാം വയസ്സിൽ നേടിയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എംബാപ്പെ, ക്രിസ്ത്യാനോ, മെസ്സി, ഹാളൻഡ്, നമ്മ ആരുടെ കേസ് എടുത്താലും ഇവരൊന്നും 16-ാം വയസ്സിൽ ഇന്റർനാഷണൽ സ്റ്റേജിൽ കളിച്ചിട്ടില്ല. 18-ആവാണ്ട് ഒരാൾ ഇന്റർനാഷണൽ സ്റ്റേജിൽ ഇത്ര ഫോമായിട്ട് ഇത്ര സ്റ്റാൻഡേർഡ് ആയിട്ട് നിന്നിട്ടില്ല. അപ്പോ യമാൽ ഈസ് എ പ്ലെയർ ടു വാച്ച് ഫോർ ദ ഫ്യൂച്ചർ, സംശയമില്ല. ഈ ഫോം കീപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഓക്കെ. എനിക്ക് പക്ഷേ ഇഞ്ചുറി പ്രോൺ ആവാൻ ചാൻസസ് ഉണ്ടാവും. പക്ഷേ ഫോം കീപ്പ് ചെയ്ത് ടീം മാറിയാൽ പിന്നെ തീർന്നു. അതുമാണ് കാരണം ഒരു പ്ലേ ഓഫ് സ്റ്റൈൽ മാറിക്കഴിഞ്ഞാൽ സോ അഡാപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റൂല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ യമാൽ പറഞ്ഞോണ്ടിരിക്കണം. നമുക്ക് ആ മാച്ചിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ ശരിക്കും കൂടി പോവാം. സത്യം പറഞ്ഞാൽ ഫ്രാൻസ് ആദ്യം തന്നെ ഒരു ഗോൾ ഇട്ട് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഫ്രാൻസ് എന്തായാലും ജയിക്കുമെന്ന്. പക്ഷേ 10 മിനിറ്റിനുള്ള തിരിച്ചടിച്ച് സ്പെയിൻ ടീമിലെ മോസ്റ്റ് അണ്ടർറേറ്റഡ് പ്ലെയർ ഉണ്ടല്ലോ ഡാനി ഓൾമോ. അണ്ടർറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിനിൽ അത്ര അണ്ടർറേറ്റഡ് ആയ ഒരു പ്ലെയർ ഉണ്ടാവില്ല. സിംപ്ലി കില്ലിംഗ് ആണ് പുള്ളിക്കാരൻ, ഒന്നും പറയാനില്ല. ഹാറ്റ്സ് ഓഫ്, അടിപൊളി.
റിലീസ് ക്ലോസ് ആയി തോന്നുന്നു ലൈസ്ബർഗ് ആയിട്ട്. ഇല്ല, റിലീസ് ക്ലോസ് 16 മില്യൺ ശരിക്കും പറഞ്ഞാൽ മൺഡേ വരെ ഉണ്ടായുള്ളൂ. അത് ഇപ്പൊ ജൂലൈ 15 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ജൂലൈ ഓഗസ്റ്റ് 1 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ആണെങ്കിലും നമുക്ക് നല്ല ക്ലബിലോട്ട് കാണാൻ കഴിയുമായിരിക്കും എന്നുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആ കളി കാര്യം ശ്രദ്ധിച്ച ഫ്രാൻസിലെ ഫോർവേഡ്സ് എവിടെയായിരുന്നു? എംബാപ്പേനെ കൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല. കണ്ടിട്ടില്ല എംബാപ്പെ ഒരു ക്രോസ് ഇട്ട് കൊടുത്തില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല എംബാപ്പെ. പക്ഷെ സ്പെയിനായിട്ടൊന്നും നടന്നില്ല. സ്പെയിൻ ഡിഫൻസ് അത്രക്കും വീക്കായിട്ട് പോയില്ല. അപ്പോ സ്പെയിൻ ഈ കളിയുടെ ഈ ടൂർണമെന്റ് ഫുൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്പെയിനിൽ എന്ന് പറഞ്ഞാൽ ഒരു കളി പോലും തോൽക്കാതെ അറ്റ്ലീസ്റ്റ് 2 ഗോളെങ്കിലും അടിച്ചാണ് ഫൈനലിൽ എത്തിയേക്കണത്. സോ ആർഗ്യുബിളി ഇപ്പൊ നമ്മുടെ 3 എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേവറേറ്റ്സ് ആരാ? സ്പെയിൻ. ഡൗട്ട് ഇല്ല. അപ്പുറത്ത് ഇംഗ്ലണ്ട് എടുത്തോ. പക്ഷെ ഇംഗ്ലണ്ട് വരകി ഈ പറഞ്ഞതുപോലെ ഡ്രോ പിടിച്ച് 0 ഗോളില് അങ്ങനെ ഗ്രൂപ്പിൽ നടന്ന് ക്വാർട്ടറിൽ വന്നപ്പോ തോറ്റെന്ന് വിചാരിച്ച് ബെല്ലിംഗ്ഹാമിന്റെ ആ സീസർ എന്നിട്ട് എക്സ്ട്രാ ടൈമിലാണ് ജയിച്ചത്. റൗണ്ട് ഓഫ് 8 എടുത്തോ. പെനാൽറ്റീസിലാണ് സ്വിറ്റ്സർലാൻഡ് ആയിട്ട് ജയിച്ചു വന്നത്. പെനാൽറ്റീസില് സെമി എടുത്തോ. കളിച്ച് കളി അതും ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ടായി. പ്ലെയർ ടു വാച്ച് ഔട്ട് ഹാരി കെയ്ൻ ആയിരിക്കും. അല്ലാതെ അതിന്റെ കൂടെ തന്നെ ബെഞ്ചിന്നുള്ള ഏതെങ്കിലും പ്ലേയേഴ്സ് ആയിരിക്കും കളി ചേഞ്ച് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. വാട്കിൻസിന്റെ ഫിനിഷ് 1 ടച്ചിൽ ആ ഒരു കോർണറിൽ ഒന്നും പറയാനില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫോർഡൻ ആ കളി ഫിൽ ഫോർഡൻ ആയിരുന്നു. ഡേഞ്ചറസ് ആയിരുന്നു ഫിൽ ഫോർഡൻ ആ കളി. ഒരു പോലെ തന്നെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ പോസ്റ്റ് പിടിച്ചകത്തോട്ട് കയറി. വാൻഡൈക്കിന്റെ അല്ലല്ല, ഡംഫ്രീസിന്റെ അല്ലേ. സോ 2 ടീമിന് ചാൻസസ് ഉണ്ടായിരുന്നു മാച്ച് എടുത്തു കഴിഞ്ഞാലും. പക്ഷേ ഇംഗ്ലണ്ട് ആ കളി തെളിയിച്ച് സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാല് നല്ല കളി കളിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഏതൊരാളും കൺഫ്യൂസ് ആണ് ആ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് സൗത്ത് ഗേറ്റ് നടത്തിയത്. അതെ, കളി ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും വാട്കിൻസൺ ഇറക്കിയപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചേഞ്ച് ആയിരുന്നു. പക്ഷെ വർക്കൗട്ട്. പിന്നെ ഇംഗ്ലണ്ട് ബിഫോർ സൗത്ത് ഗേറ്റ് 0 ഫൈനൽസ്, ആഫ്റ്റർ സൗത്ത് ഗേറ്റ് 2 ബാക്ക് ടു ബാക്ക് ഫൈനൽസ്. അത് സൗത്ത് ഗേറ്റിന്റെ ഗുണമാണോ ടീമിന്റെ ഗുണമാണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. നല്ല ടീമുണ്ടായിട്ട് ഫൈനൽ പോർച്ചുഗൽ നല്ല ടീമില്ല എവിടെയെങ്കിലും എത്തണുണ്ടോ? ജർമ്മനി. സോ അത് നമുക്ക് പറയാൻ പറ്റൂല. ഇംഗ്ലണ്ട് നല്ല ടീമല്ല, നല്ല പറയാൻ പറ്റില്ല. നല്ല ഐ മീൻ ഉള്ളതിൽ നല്ല ടീം ഇംഗ്ലണ്ടാണ്. ബെഞ്ച് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് തന്നെയാണ്. ഒരു കോച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. സൗത്ത് ഗേറ്റ് അത് ചെയ്യുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻസ് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. സോ കൊറേ കൊല്ലായിട്ട് ഇറ്റ്സ് കമ്മിങ് ഹോം കേക്ക് എന്താണ് കപ്പ്. ഹാരി കെയ്ൻ ഇതുവരെ പുള്ളിക്കാരുടെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിൽ ഒരു ട്രോഫി വരെ എടുത്തിട്ടില്ല. ഹാരി കെയ്ൻ വെറുതെ ഒരു ട്രോഫി പൊക്കാമാണ്. ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റനാണ്. ഫസ്റ്റ് ട്രോഫി യൂറോപ്യൻ കപ്പ് തന്റെ നാടിന് വേണ്ടി പൊക്കണ ഒരവസ്ഥയും ആ ഒരു സന്തോഷം ഹാരി കെയ്ന്റെ അവർ ഇതാലോചിച്ച് നോക്കി. അപ്പൊ നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, will Harry Kane lift his first ever trophy or will Spain rule again? 2 സംഭവമാണ്. ഒന്നില്ലെങ്കിൽ ഇംഗ്ലണ്ട് കപ്പ് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരും, അല്ലാന്നുണ്ടെങ്കിൽ 2010 പോലെ സ്പെയിൻ വീണ്ടും അവരുടെ എംപയർ ആക്കി ഫുട്ബോൾ ലോകത്തിനെ മാറ്റാൻ പോകണോ? സ്പെയിനിൽ ഒരു പുതിയ തുടക്കമാണോ അത് ഇംഗ്ലണ്ടിന്റെ തിരിച്ചുവരവാണോ? ഒബിയസ്ലി സ്പെയിന്റെ പുതിയ തുടക്കം തന്നെയാണ്. മൊത്തത്തിൽ കപ്പടിച്ചാലും കപ്പടിച്ചില്ലെങ്കിലും സ്പെയിന്റെ ടീം എന്നുള്ള പുതിയൊരു തുടക്കം തന്നെയാണ്. പിന്നെ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം പോയി, കഴിഞ്ഞ വർഷം കിട്ടിയില്ല. ഈ വർഷം അപ്പൊ എന്തായാലും അടിക്കും എന്നുള്ള പറഞ്ഞായിരിക്കും. അത് ഇറ്റലി വൻ ഫോം ആയിരുന്നു കഴിഞ്ഞ ഇതില്. സോ എനിക്ക് എന്തോ ഇങ്ങനെ ഫുട്ബോൾ നമ്മളെപ്പോഴും ഗെയിം പ്ലേയിങ് സ്റ്റാറ്റിസ്റ്റിക്സും അങ്ങനെ റിയൽ ആയിട്ടുള്ള ടോക്സ് ആണ് പറയേണ്ടത്. പക്ഷെ എന്തൊക്കെയോ ഭയങ്കര ഭാഗ്യവും ഫൈനലിൽ എത്തി. എന്തോ ഭയങ്കര മിനിമൽ കാര്യം ചെയ്തിട്ട് ജയിക്കുന്നു. ഐ തിങ്ക്
Harry Kane will lift his first ever trophy. The trophy is coming home. It will be English. മുസ്താഖ് പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാരി കെയിന് കപ്പ് എന്നുള്ള രീതിക്ക് പിന്നെ എല്ലാം പോകുന്നുണ്ട്. ഇംഗ്ലണ്ട് ഫസ്റ്റ് ഗോൾ അടിച്ച ഇംഗ്ലണ്ട് തോറ്റു. സ്പെയിൻ അടിച്ച ഇംഗ്ലണ്ട് ജയിക്കും. ഇംഗ്ലണ്ട് കൺസീഡ് ചെയ്താൽ ഇംഗ്ലണ്ട് ജയിക്കും. മോട്ടിവേഷൻ പോകുന്നതാണ്. ഇംഗ്ലണ്ട് കൺസീഡ് ചെയ്താൽ അല്ല അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് ലക്വൈസല്ല പറഞ്ഞത്. ഹാരി കെയിൻ കപ്പ് അടിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ രണ്ടുപേരും പറയുന്നത്. ടോട്ടനത്തില് മൂഞ്ചി, ബയേണില് മൂഞ്ചി, ഇംഗ്ലണ്ടില് ഫൈനൽ രണ്ടാമത്തെ ഫൈനൽ അവർക്കും ജയിക്കും. പക്ഷെ 16 വയസ്സുള്ള യമാല് സമ്മതിക്കൂല മോനെ. സെമി വരെ ഇത്രയും തെളിഞ്ഞ് ഫോമ വാങ്ങി ഒരു കപ്പ് ഓടിക്കാൻ അറിയാം. പിള്ളേരും ഉണ്ട്. ഹാരി കെയിന് കപ്പ് കൊടുക്കൂല. ഒരു സംഭവം പറയട്ടെ, കഴിഞ്ഞ ഞാൻ പറഞ്ഞൊരു വൻമണ്ണത്തിലാണെന്ന് പറഞ്ഞ് നമ്മുടെ ഷോർട്സിലും റീൽസിൽ തന്നെ എല്ലാവരും ഇട്ടു. നീക്കോ വില്യംസ് ഫ്രീ ആയിരിക്കും, ഈ പറഞ്ഞ യമാലിനിരിക്കും ടൈറ്റ് ആയിട്ട് പിടിക്കുന്നത്. പക്ഷെ ഈ കളി ഞാൻ പറയാണ്, നീക്കോ വില്യംസ് ബോള് കാണൂല. കാരണം ആയിക്കോട്ടെ കൈൽ വാക്കറാണ്. കൈൽ വാക്കറാണ്, അതുകൊണ്ടാണ് അതെല്ലാവർക്കും അറിയാം നടക്കൂല എന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പഴത്തെ യമാല കുറച്ചും കൂടി ഫ്രീ ആവും. ട്രിപ്പിയർ റൈറ്റ് ബാക്ക് ആണ്, പക്ഷെ ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കലാണ്. ലൂക്ഷോ ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നും കൂടി ചാൻസ് ഉണ്ടാവും. പക്ഷെ ലൂക്ഷോ ചാൻസ് ഇറങ്ങാൻ ലാസ്റ്റ് ഇറങ്ങോളൂ മിക്കവാറും. സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി, പക്ഷെ ലൂക്ഷോ ഇറങ്ങിയാലും ട്രിപ്പിയർ ഇറങ്ങിയാലും യമാലിന്റെ പേസ് വെച്ച് കിട്ടൂല അവർക്ക് രണ്ടുപേർക്കും. ഇവര് രണ്ടുപേരും അത്ര പേസ്ഡ് ആയിട്ടുള്ളതല്ല. അപ്പോ അത് സ്പെയിനിന് അഡ്വാൻറ്റേജ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇംഗ്ലണ്ടിന് മിഡ്ഫീൽഡ് കൺട്രോൾ ഇല്ല. കൺട്രോൾ ചെയ്ത് ഡിക്റ്റേറ്റ് കളിക്കാനുള്ള പ്ലെയർ ഇല്ല ഇംഗ്ലണ്ടിന്. സ്പെയിനുണ്ട്, റോഡ്രി ഉണ്ട്, ഫാബിയൻ റൂയിസ് കലക്കം ഫോമിലാണ്. ഫാബിയൻ റൂയിസ് ഇത്രയും കളിക്കും ഞാൻ ഇപ്പോഴും അറിയാം. അന്ന് PSG കളിക്കുമ്പോ എവിടെയാ കാണാനും കൂടി ഉണ്ടായില്ലേ. എന്ത് കളി കളിക്കുന്ന കുറെ പ്ലേയേഴ്സ് സ്പെയിനിൽ വന്നപ്പോ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ കാർവാഹൽ തിരിച്ചു വരും കാർവാഹലുണ്ടാവും. അപ്പോ ഈ പറഞ്ഞതുപോലെ ഫോർഡന്റെ വിങ് ഒന്നും കൂടി കാർവാഹൽ കൂടി ആക്രമണം ചെയ്യും. അപ്പുറത്തെ സാക്കയുടെ വിങ് ആണെങ്കിലും സാക്ക കുറച്ചും കൂടി ഫ്രീ ആവുന്ന എനിക്ക് തോന്നുന്നുണ്ട്. കുക്രുവേല വെച്ച് നോക്കുമ്പോ സാക്കയ്ക്ക് ചിലപ്പോ പൊട്ടിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ എനിക്കെന്തോ ഐ ഡോണ്ട് നോ, പക്ഷെ ഹാരി കെയിൻ കപ്പടിക്കാൻ വേണ്ടി പൊക്കളത് മാത്രമായിരിക്കില്ല, ഗോളടിച്ച് ടീമിനെ പൊക്കിയെടുക്കണ ഹാരി കെയിൻ ആയിരിക്കും. ഹാരി കെയിൻ ആയിട്ട് ട്രോഫി ഹാരി കെയിൻ ക്യാരി ചെയ്ത് ഇംഗ്ലണ്ട് കപ്പ് വെക്കും. അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈൻ വരും. ഐ തിങ്ക് സോ. എനിക്കത് വേണ്ട. അവൻ ബയേണില് കപ്പടിച്ചാൽ മതി, സ്പെയിനിനെ പൊട്ടിച്ചിട്ട് കപ്പടിക്കണ്ട ഇംഗ്ലണ്ട്. നമുക്ക് നോക്കാം ഹാരി കെയിൻ കപ്പടിക്കോ. ഇംഗ്ലണ്ട് വേഴ്സസ് സ്പെയിൻ ഫൈനൽസിലുള്ള ബെസ്റ്റ് പ്ലേയേഴ്സ് എങ്ങനെയെന്ന് നമുക്ക് ചോയ്സ് കിട്ടാ. ഇപ്പൊ 2 ഗോൾ കീപ്പേഴ്സ് ഉണ്ട്. നീ പിക്ക് ചെയ്യോ ഫോർഡിനെ പിക്ക് ചെയ്യോ? കുറച്ച് കണക്കാ. പിക്ഫോർഡ് ഞാനാണ് എനിവേ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ജോൺ സ്റ്റോൺസ് ഉണ്ട്, അതേപോലെ തന്നെ അപ്പുറത്ത് ലൊപ്പോർട്ടി ഉണ്ട്. സ്റ്റോൺസ് അല്ലേ, എല്ലാവരും സ്റ്റോൺസ് എടുക്കുള്ളൂ. പിന്നെ സുബിമെന്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അപ്പുറത്ത് ഇറക്കും നമുക്ക് അറിഞ്ഞൂടാ. കോൺസ് ഇറങ്ങോ ഗുഹ ഇറങ്ങോന്ന് ചോദിച്ചാൽ എന്തായാലും ഞാൻ ഇംഗ്ലീഷിനെ പറയുള്ളൂ. എനിക്ക് സുബിമെന്റി അത്ര ഇതായിട്ട് തോന്നുന്നില്ല. പിന്നെ കൈൽ വാക്കർ ഓർ കാർവാഹൽ അല്ല എന്റെ ഒരു ഫേവറേറ്റ് രണ്ടും കണക്കാണ്. അപ്പൊ ട്രിപ്പ് ഉള്ളതിൽ വേദം എന്നുള്ള രീതിയിൽ ട്രിപ്പിയർ. ഓക്കെ, റോഡ്രി ബെല്ലിംഗാം ഫാബിയൻ റൂയിസ് അല്ലേ, ഡാനി ഓൾമോ, ഫിൽ ഫോഡൻ. ഓൾമോ സ്പെയിൻ കളി വെച്ചിട്ട്. ഓക്കെ, സാക്ക, യമാലി ഇത് ഹാർഡാടക്കി. ഹാരി കെയിൻ ഡിബേറ്റ് ഗോഡ് ഡിബേറ്റ് ഹാരി കെയിൻ മൊറാട്ട. അപ്പുറത്ത് പിന്നെ നിക്കോ വില്യംസിനെതിരായിട്ട് കോൾ പാമർ. പക്ഷേ നിക്കോ വില്യംസ്
പാമർ കളിച്ചിട്ടില്ല, കളി പൊസിഷൻ കുറവാണ്. വെച്ച് നോക്കിയിട്ട് നിക്കോ വില്യംസ്. പാമർ ഞാൻ പറഞ്ഞാനെ, പക്ഷെ ഒരു കുറച്ച് കളികൾ കളിച്ചു ഇംഗ്ലണ്ടിൽ കളിച്ചു ഞാൻ പറഞ്ഞേ. ഞാൻ ഈ സീസണിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പറഞ്ഞ ആളാണ് കോൾ പാമർ. പക്ഷെ കുറച്ച് കളി പറഞ്ഞ സ്ഥിതിക്ക് ഞാനിപ്പോ എനിക്കായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി ആ ടൂർണമെന്റ് വൈസ് ബെസ്റ്റ് ആയിട്ട് തോന്നിയ എന്റെ ഒരു എന്താ പറയുക ഒരു ഫേവറേറ്റ് ബെസ്റ്റ് 11 ഓഫ് ദി ടൂർണമെന്റ് പറയാം. യൂറോ 2024 ബെസ്റ്റ് 11 ഓഫ് ദി ടൂർണമെന്റ്. ഗോൾ കീപ്പർ ആരെന്ന് ചോദിച്ചാൽ അത്രക്കും അടിപൊളി പ്രകടനങ്ങൾ നടത്തിയ ഗോൾ കീപ്പേഴ്സ് ഉണ്ടാവില്ല. സോ ഗോൾ കീപ്പർ വിൽ ബി ജോർദാൻ പിക്ഫോർഡ്. ഡിഫൻഡേഴ്സ് പെപ്പെ, വില്യം സലീബ, സിബീസ്. റൈറ്റ് ബാക്ക് കൈൽ വാക്കർ, LB തിയോ ഹെർണാണ്ടസ്. മിഡ്ഫീൽഡില് CDM എംഗാലോ കാൻഡെ, CM ഫാബിയൻ റൂയിസ്, അതിന്റെ ഒപ്പം തന്നെ ജമാൽ മുസിയാല. ലെഫ്റ്റ് വിങ് നിക്കോ വില്യംസ്, റൈറ്റ് വിങ് യമാൽ. സോറി, വിങ് അങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ടോ? ലെഫ്റ്റ് വിങ് നിക്കോ വില്യംസ്, ലെഫ്റ്റ് വിങ് നിക്കോ വില്യംസ്, റൈറ്റ് വിങ് യമാൽ. ST കൊടി ഗാക്പോ. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ബെസ്റ്റ് വേണമെങ്കിൽ സാവി സിമൺസിന് വേണ്ടി ഇടയില് പക്ഷേ ഞാൻ മിഡ്ഫീൽഡ് കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാ. അപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കോ വില്യംസ്, ഗാക്പോ, യമാല്, ഫാബിയൻ റൂയിസ്, മുസിയാല, കാൻഡെ, പെപ്പെ, സലീബ, കൈൽ വാക്കർ, തിയോ ഹെർണാണ്ടസ്, പിക്ഫോർഡ്. ബെഞ്ചിൽ ഇപ്പൊ ബെഞ്ച് സബ്സ്റ്റിറ്റ്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ സാവി സിമൺസ് ആയിരിക്കും. സാവി സിമൺസ് ഇല്ലാണ്ട് പറ്റൂല. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ അത്രക്ക് നമുക്ക് എടുത്തു പറയാൻ വേറെ ടീമിലോട്ട് കുത്തി കയറ്റാൻ പറ്റിയ ഒരു പ്ലെയർ എന്ന് പറയാനായിട്ട് ഇല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ടീമിൽ സബിലോട്ട് ഇടാനായിട്ട് അങ്ങനെ ഉണ്ടാവണമെന്ന് നിങ്ങൾക്ക് തോന്നിയൊരു പ്ലെയർ? സബിലോട്ട് ഇടാനാ സബിലോട്ട് ഇടണമെന്ന് ഡാനിയൽമോ. കറക്റ്റാ, ഡാനിയൽമോ, സാവി സിമൺസ്. ഓക്കെ, മുസിയാല പറഞ്ഞില്ലേ? മുസിയാല പറഞ്ഞു. പിന്നെ അത്ര പ്രകടനം കാണിച്ച വേറെ ആരുണ്ടേ? അത്രക്കും പക്ഷെ ഡിഫെൻസീവില് നമുക്ക് പെപ്പെ സലീബിനെ പോലെ വാൻഡേക്ക് പോലും അത്ര അടിപൊളിയായിട്ട് നിന്നിട്ടില്ല. സോ പിന്നെ ഓൺ ഗോളിനൊരു പ്ലെയർ ആയിട്ട് ഇടാം. ഇന്നലെ പക്ഷെ നേരെ തിരിച്ചു കൊടുത്തല്ലേ. പിന്നെ ഡിസലോഡും വേണം, അവരെ കോമ്പറ്റീഷൻ നടക്കണം. അങ്ങനെ ലുക്കാക്കുനെ ഇറണം. അല്ല മൊറാട്ടയുടെ സംഭവം കണ്ടില്ലേ? സ്പെയിനും ഫ്രാൻസും കളി കഴിഞ്ഞിട്ട് സെലിബ്രേഷൻ ഇടയിൽ ഒരു ഫാൻ പോയി പുറത്തോട്ട് വന്നു, ഗ്രൗണ്ടിന്റെ അകത്തോട്ട് ഇന്റർഫിയർ ചെയ്ത് വന്ന് ക്വസ്റ്റ്യൻ അതാണ്. സ്പെയിന്റെ ഗോൾ സ്കോറർ, സ്പെയിന്റെ ഗോൾ മെഷീൻ ഫൈനലിൽ ഉണ്ടാവുമെന്നാണ്. ക്യാപ്റ്റൻ മറാഠിയില്ലെങ്കിൽ സ്പെയിനിൽ അത്രക്കും തീരാ നഷ്ടമായിരിക്കും. പാവത്തിനെ കളിയാക്കുന്നതാണ് മറാഠയ്ക്ക് ഹോസ്റ്റലുമാണ്. ഹോസ്റ്റൽ മറാഠിനെ ഓഫ്സൈഡ് ഗോളൊന്നും അടിക്കൂല. അപ്പൊ സ്പെയിന്റെ ടാക്ടിക്സ് ആണ്. മൊറാട്ടനെ മുന്നിൽ നിർത്തിയിട്ട് ജിറൂഡിനെ നിർത്തൂലേ? 90 മിനിറ്റ് കളിച്ചിട്ട് ഒരു ടച്ച് പോലും അല്ല. ഇപ്പൊ അതൊരു ടച്ച് പോലും ഇല്ല. എൻട്രിക്ക് ഒറ്റ ടച്ച് ഗ്രൗണ്ട് ജൂനിയർ റയലില് വരാൻ പോണ പ്ലെയർ ആണ്. ഒരു ടച്ച് സംശയം ഈ 90 മിനിറ്റ് കളിക്കുമ്പോ ഒരു ടച്ച് കിട്ടിയാൽ പന്ത് വാങ്ങിക്കാൻ ആർത്തിയിൽ ബാക്കോട്ട് വരില്ലേ? അതല്ല ഞാനത് ആലോചിച്ച് ഈ ചെറുക്കനപ്പോ ബോൾ കിട്ടാണ്ട് എന്താണ് ഒറ്റപ്പെട്ട് നിന്നാ ഒരു ടച്ച് സംശയം. ഒന്ന് ബാക്ക് ഇറങ്ങി ഒന്ന് തൊട, ഒരു ടച്ച് വാങ്ങൂലേ? അപ്പൊ ഈ പറഞ്ഞ പോലെ ഒബ്വിയസ്ലി അതൊരു കൺസേൺ ഉണ്ടാവും. അതെന്തോ ആവട്ടെ, അത് നമുക്ക് ക്ലബ് ഫുട്ബോൾ നമുക്ക് പിന്നെ പറയാം. അപ്പൊ നമുക്ക് ഫൈനലിലായിട്ടുള്ള ആ ഒരു പ്രഡിക്ഷനും പ്ലെയർ ടു വാച്ചും സ്കോർ ലൈനും ഫുള്ളായിട്ടും ഇംഗ്ലണ്ട് ജയിച്ചിട്ടിരിക്കണല്ലേ പറഞ്ഞോ? ആര് ജയിക്കും? ഇംഗ്ലണ്ട് ജയിച്ചിട്ട് ഞാൻ മല്ല പേര് അറിയുന്നത്. അത് അതിന്റെ ഇഷ്ടം. പ്ലെയർ ടു വാച്ച് യമാൽ. ഓക്കെ, പക്ഷെ ഇംഗ്ലണ്ട് ജയിക്കുള്ളൂ. ഇംഗ്ലണ്ട് ജയിക്കുള്ളൂ. ഇംഗ്ലണ്ട് ഞാൻ പറയണെങ്കിൽ ഒരു പെനാൽറ്റി കിട്ടും ഇംഗ്ലണ്ടിന്. ദെൻ ഈ പറഞ്ഞ പോലെ ഫോഡൻ ഗോൾ അടിക്കും. പെനാൽറ്റി കിട്ടും. അത് ബാരിക്കേഡ് അടിക്കുക. ഫോഡൻ വേറെ ഗോൾ അടിക്കും. 2-1 ഇംഗ്ലണ്ട് ജയിക്കും. യമാൽ ഒരു ഗോൾ അടിക്കും അപ്പുറത്ത്. എന്റെയും സ്കോർ 2-1 തന്നെയാ. പക്ഷെ സ്പെയിൻ ജയിക്കും. യമാൽ തിളങ്ങും. എന്റെ പ്രഡിക്ഷൻ ഒന്നില്ലെങ്കിൽ 1-1 എക്സ്ട്രാ ടൈമില്, അല്ല നോർമൽ ടൈമില്, അല്ലെങ്കിൽ 0-0.
പക്ഷേ എക്സ്ട്രാ ടൈമിലോട്ട് പോയി കഴിഞ്ഞാൽ 2-1 or 3-1 ഇംഗ്ലണ്ട് ഹാൻഡ്സ് ഡൗൺ. പ്ലെയർ ഓഫ് ദ മാച്ച്, മാൻ ഓഫ് ദ മാച്ച്, ക്യാപ്റ്റൻ who is going to lift the trophy, ഹാരി കെയിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ കരിയറിലെ പ്രൊഫഷണൽ ട്രോഫി പൊക്കിയിരിക്കും. മുസ്താഖ് ഇത്തവണ പറഞ്ഞ ഓൾമോസ്റ്റ് കളികളെല്ലാം സ്കോറൊക്കെ ഏകദേശം ചെയ്യുമ്പോൾ വന്നിട്ടാണ്. അപ്പൊ ഇതും ശരിയാവാൻ പ്രാർത്ഥിക്കാം. അല്ല, എനിക്കെന്തോ ഭയങ്കരമായിട്ട് തോന്നുന്നത് ഹാരി കെയിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ട്രോഫി ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ പൊക്കിയിരിക്കും. ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഉപരി ഒരു ഫുട്ബോൾ പ്ലെയർ എന്ന നിലയിൽ പുള്ളിക്കാരൻ്റെ ആദ്യത്തെ ട്രോഫി ആയിരിക്കും യൂറോ 2024. ഇറ്റ് ഈസ് കമ്മിങ് ഹോം. സോ ഇപ്പോൾ നമ്മുടെ യൂറോപ്യൻ ഫൈനൽസിന്റെ ഏകദേശം ഒരു ഐഡിയ എല്ലാവരും നമുക്കുള്ള ഒരു ആശയങ്ങളും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പുറത്ത് വേറൊരു ഫിനാലെ നടക്കുന്നുണ്ട്. ഇന്നലെ ബോക്സിംഗ് മാച്ച് ആയിരുന്നു. ഇന്ന് രാവിലെ എന്നിട്ട് വിറ്റെന്ന് പറഞ്ഞാ എവിടെയോ പോകുന്നിടത്ത് തലക്കിട്ടൊരു കൊട്ട് പിടിച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ട്. തിരിച്ചു കൊടുത്തു. പക്ഷേ ഇത് എന്താ സംഭവം നമ്മുടെ പ്രേക്ഷകരെ കുറിച്ചൊക്കെ അറിയില്ല. എന്താ സംഭവം വെച്ചാൽ കളി കഴിഞ്ഞിട്ട് കൊളംബിയൻ ഫാൻസ് അതായത് വെള്ളം അടിച്ച് ഫുള്ളി ഡ്രങ്ക് ആയിട്ട് ആൾക്കാർ ഉറുഗ്വൻ ഫാൻസിനും ന്യൂനസിന്റെ അതാണ് ആ ഫാമിലീസിനെ ഉപദ്രവിച്ചു. അതിന്റെ ഇടയിൽ ഡാർവിൻ ന്യൂനസും പ്ലേയേഴ്സ് ഒക്കെ കയറി ഫുൾ ഇടി. കാരണം ഈ ഫാമിലീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവിടെ പോലീസ് ഇല്ല, ഗാർഡ്സ് ഇല്ല. അപ്പോ ഇതും പോരാണ്ട് കൊളംബിയൻസിനൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം അവരൊക്കെ ഒരു വൈൽഡ് ആറ്റിറ്റ്യൂഡ് ആണെന്ന രീതിയിൽ മേത്തോട്ട് കയറി സ്വാഭാവികമായിട്ട് സ്ത്രീകൾ ഉണ്ടായി മോശമായിട്ടുള്ള വാക്കുകളും കാര്യങ്ങളും പറഞ്ഞപ്പോ അതിപ്പോ നമ്മളാണെങ്കിലും നമ്മുടെ കുടുംബക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ യൂറോപ്യൻ പ്ലേയേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടികൊണ്ട് ഇടിയാകുമ്പോ നമുക്ക് സിനിമ കാണുന്ന ഒരു സൈഡ് മാത്രമല്ല രണ്ടുപേർക്കും തിരിച്ചില്ല. പക്ഷെ അവിടെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. 2022 ഖത്തറിൽ കളി വെച്ചപ്പോ കുറെ പ്രമുഖർ കുറ്റം പറഞ്ഞിരുന്നു, പൈസയുടെ പുറകെ പോയി അത് ഇതെന്ന് കയറും. പക്ഷെ ഇത്രയും നാള് ഹോസ്റ്റ് ചെയ്തതില് ഏറ്റവും ആൽക്കഹോളിന്റെ മാത്രമല്ല ഏറ്റവും ബെസ്റ്റസ്റ്റ് ലീഗ് മീൻസ് വേൾഡ് കപ്പ് അവിടെ വന്ന് ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും, അതായത് കളിക്കില്ലാത്ത ഈവൻ ടോപ്പ് പ്ലേയേഴ്സ് വരെയും പറഞ്ഞത് അവര് കണ്ടില്ല ഏറ്റവും ബെസ്റ്റ് വേൾഡ് കപ്പ് പറഞ്ഞു. ഞാൻ പോയിട്ടുണ്ടായില്ല ഇപ്പോ അവിടെയുള്ള ഇപ്പോ സ്വാഭാവികമായിട്ടും പലരായിട്ട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് പറയുമ്പോ അവര് പറഞ്ഞാൽ ഇതിനു മുമ്പ് വേൾഡ് കപ്പ് പോകുന്നവര് ഞങ്ങൾക്ക് ഇതുവരെ ഇത്രക്കും ഫ്രണ്ട്ലി ആയിട്ടൊരു എൻവയറൺമെന്റ് ഉണ്ടായില്ല. അതാണ് മെട്രോ ഫ്രീ, ബസ് ഫ്രീ, ട്രാൻസ്പോർട്ടേഷൻ ഫുൾ ഫ്രീ, ഫാൻ പാർക്കുകൾ ഫ്രീ, എല്ലാം ഫ്രീ ഓഫ് സർവീസ്. പിന്നെ സ്റ്റേഡിയം ക്ലീനസ്റ്റ് സ്റ്റേഡിയംസ്, സെക്യൂരിറ്റി ആണെങ്കിലും സർവീസ് ആണെങ്കിലും. അതുകൊണ്ട് തന്നെ ഇത്രക്കും സേഫ് ആയിട്ട് ഒരു പ്രൊട്ടസ്റ്റ് ഇല്ലാണ്ട് ഒരു പ്രശ്നമില്ലാണ്ട് ഇത്രക്കും നീറ്റായിട്ട് ഒരു ടൂർണമെന്റ് ഉണ്ടായില്ല. ഇവൻ പറഞ്ഞതുപോലെ അറബ് രാജ്യത്തിന് കൊടുത്തപ്പോ കാശിന്റെ ഇതാണെന്ന് പറയുന്നത്. പക്ഷേ പരിപാടി നടത്താൻ ആൾക്കാരുള്ളൂ. അല്ലാണ്ട് യൂറോപ്യൻസിനും നോർത്ത് അമേരിക്കൻസിനും സൗത്ത് അമേരിക്കൻസിനും ഈ കൊല്ലം നടന്ന യൂറോയിലാണ് കുറെ പേർക്ക് വെയിറ്റ് ചെയ്യണ സീൻ ഉണ്ടായി, പിന്നെ പോലീസുകാർ തല്ലണ സീൻ ഉണ്ടായി. ഇപ്പൊ കോപ്പ അമേരിക്കയില് ഇടി ഇംഗ്ലണ്ട് ഫാൻസും ഇംഗ്ലണ്ട് ഫാൻസും ജർമ്മനി ഫാൻസും തമ്മിൽ പൂരിടിയായിരുന്നു ജർമ്മനിയിൽ. ഇടിയായിരുന്നു. അല്ല, ഒരു ടീമിലെ പ്ലേയേഴ്സിന്റെ ഫാമിലിനെ ഉപദ്രവിക്കണമെങ്കിൽ അപ്പൊ എന്ത് സെക്യൂരിറ്റി ഒക്കെ അവിടെ ഉണ്ടായത്? അത് കണ്ടപ്പോൾ എനിക്ക് അപ്പൊ ഖത്തറിന്റെ വാല്യൂ മനസ്സിലായത്. ആ പ്ലേയേഴ്സ് പറഞ്ഞതിന്റെ ഒരു ഇത് മനസ്സിലാവും നമുക്ക്. അതൊരാവട്ടെ. അപ്പൊ നമ്മെല്ലാരും പറഞ്ഞതും മേടിച്ചതും ഉറുഗ്വേ ഫൈനലിൽ കയറും, ഉറുഗ്വേ അർജന്റീന ഫൈനൽ വരും, ഉറുഗ്വേ കപ്പ് വെക്കും. പക്ഷേ കൊളംബിയ ഹാമസ് റോഡ്രിഗസിന്റെ ഇല്ല, ഇത്തവണത്തെ സെമി അർജന്റീന കാനഡയും കണ്ടാളൂ അത്ര വലിയ ബട്ട് അർജന്റീന ജയിച്ചു, 2-0 ജയിച്ചു. മെസ്സി റെക്കോർഡ് 6 കോപ്പയില് ഗോളടിച്ച്. പിന്നെ ടോപ്പ് കളി കൊളംബിയയുടെയും ഉറുഗ്വേയുടെയും ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഉറുഗ്വ പിടിച്ചാൽ കിട്ടില്ലറോ, പായോട് പായലായിരുന്നു. പക്ഷെ ഒന്ന് ഫിനിഷ് ആക്കാൻ പറ്റില്ല. അറ്റാക്ക് എന്ന് പറഞ്ഞ സീൻ അറ്റാക്ക് ആയിരുന്നു. എങ്ങനെയൊക്കെ ഒരു പിടിച്ച് നിന്ന് കളി ജയിച്ചു. ഇവന്മാർക്ക് ഓപ്പൺ പോസ്റ്റ് കിട്ടിയായിരുന്നു കൊളംബിയക്ക്, ബട്ട് ഫിനിഷ് ആക്കിയില്ല. ബട്ട് കളി ജയിച്ചു. സീൻ കളിയായിരുന്നത്. ഇനിയിപ്പോൾ ഉള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറുഗ്വേനെ കിട്ടുമെന്ന് പറഞ്ഞ പ്രതീക്ഷ ഫൈനൽ. നമ്മളാരും കൊളംബിയ അത്രയും പ്രതീക്ഷിക്കില്ല, ഇവൻ ആരും പ്രതീക്ഷിക്കില്ല. പക്ഷെ ഇപ്പൊ ഒരു പ്രതീക്ഷ ഉണ്ട് കൊളംബിയ കാരണം. എനിക്ക് 28 കളിയിട്ട് തോറ്റിട്ടില്ല. എനിക്ക് പഴയ അർജന്റീന ഓർമ്മ വന്നത് 28 കളിയിട്ട് തോറ്റിട്ടില്ല. അപ്പോ അങ്ങനത്തെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്. പിന്നെ ഹാമസ് ഒരു കോപ്പയിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് റെക്കോർഡ് മെസ്സിക്കായിരുന്നു.
5 അസിസ്റ്റ്. ഇത്തവണത് ഹാമസ് റോഡ്രിഗസിന്റെ കേസ് നമ്മ പറയുമ്പോ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് 2014 വേൾഡ് ഗോൾ ഓഫ് ദ സീസൺ ആയിരുന്നില്ലേ? അല്ലേ? പുഷ്കാസ് കിട്ടിയ? പുഷ്കാസ് കിട്ടിയില്ല. വേൾഡ് കപ്പിൽ ബെസ്റ്റ് ഗോളായിരുന്നു. ഗോൾഡൻ ബൂട്ടും കിട്ടി. ഗോൾഡൻ ബൂട്ടായിരുന്നു. നിലത്ത് കുത്തി ടപ്പിന്ന് തിരിഞ്ഞടിച്ചു. കറങ്ങിയ ബോളി പറഞ്ഞത് അത് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനുശേഷം റെയിലിൽ പോയതും റെയിലിൽ പോയിട്ട് ഒരു മിക്സഡ് കരിയർ ആയിരുന്നു. ഡൗൺസ് ഉണ്ടായി. അതൊരു പിന്നെ പയ്യെ പിന്നെ ബെഞ്ചിലായി അങ്ങനെ പിന്നെ ബയണിൽ പോയി. പക്ഷേ ബയണിൽ പോയി, എവറട്ടണിൽ പോയി, പിന്നെ ആരും കേൾക്കാത്ത ഖത്തറിലൊരു ക്ലബിൽ പോയി, പോയായിരുന്നു. പിന്നെ നോർത്ത് അമേരിക്കയിലുള്ള ക്ലബിൽ പോയി. ആർക്കും ഒരു വിവരം ഉണ്ടായില്ല. ഇത്രയും നാളെ മറ്റേ ഇൻവിസിബിൾ ആയിട്ട് ഒറ്റയടിക്ക് വന്നിട്ട് ഈ ഒരു ഇമ്പാക്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് പറയണത്, ക്ലാസ് ഈസ് പെർമനന്റ്. യു ക്യാൻ ടേക്ക് ഔട്ട് ദ പ്ലെയർ ബട്ട് യു ക്യാൻ നെവർ ടേക്ക് ഔട്ട് ദ ക്ലാസ് ഓഫ് ദ പ്ലെയർ. ഇസ്കോ കാണിച്ചാണത്. ഇസ്കോ 1.5 കൊല്ലത്തോളം ഒരു ക്ലബ്ബിലാണ്ട് കളിക്കാണ്ടിരുന്നു ഫുട്ബോള്. റയൽ ബെറ്റിസിൽ വന്ന് ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് ലാലിഗയിൽ നേടി. അപ്പൊ ചില പ്ലേയേഴ്സിന്റെ ക്ലാസ് നമുക്ക് എന്തൊക്കെ എത്ര നാളെ എടുത്താലും എടുത്ത് കളയാൻ പറ്റൂല. അത് അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. ഹാമസ് ഇപ്പൊ അതാ കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് വലിച്ചു നീട്ടണ്ട ഒരുപാട്. പ്രഡിക്ഷൻ മുമ്പ് എനിക്ക് കാര്യം പറയാനുണ്ട്. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് ജൂലൈ 11. 2021 ഇന്നാണ് അർജന്റീനക്ക് ഒരു കപ്പ് കിട്ടുന്നത്, മെസ്സിക്ക്. ഇന്ന് അതായത് 21 രാവിലെ 5:30 കളിയിൽ ഒരു 8:30 എല്ലാവരും ചിലപ്പോൾ ഡിസംബർ 18 ചിലപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഡേ വേൾഡ് കപ്പ് വെച്ച്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ജൂലൈ 11 കോപ്പ അമേരിക്കയാണ്. അതിൻ്റെ അത്രയും ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് കോപ്പയുടെ അത്രയും ആ ഒരു ഇമ്പാക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. സോ എന്നത് ഇതിൻ്റെ ആനിവേഴ്സറി ആണ്, 3 വർഷമായി. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ഉണ്ട്. ഹാപ്പി ആനിവേഴ്സറി ടു യു. What color is your World Cup? പാവം പറഞ്ഞിട്ട് single World Cup cannot make my goat. 5-8 അതുണ്ടോ ഞാൻ പറയേണ്ട ആവശ്യമില്ല. 4-6 അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. A person can win, a team can win a World Cup, an individual can win individual list of amounts of awards, but he cannot make a whole generation inspire. He cannot make the whole world follow you. If there is any player in the history of football who has made inspired youngs and youngs, who has made them believe in a person who can make their country proud, who can make each and everyone believe in their person, that person is Cristiano Ronaldo. പറയട്ടെ, ഇവിടെ ഫുട്ബോൾ കളിച്ച് ഇൻഡിവിജ്വലും അല്ലാണ്ടുള്ള അവാർഡ് വാങ്ങാൻ പറ്റില്ല. അല്ലാണ്ട് കൗൺസിലിംഗ് മോട്ടിവേഷൻ കളിയിൽ ഇതെടുക്കാൻ പറ്റില്ല. ഇത് 2 എന്നുള്ളത് 3 ആക്കി. ശരി, 2 എന്നുള്ളത് 3 ആക്കി. കൗൺസിലിംഗ് മോട്ടിവേഷൻ കളി ജയിക്കുക, ഇൻഡിവിജ്വൽ അവാർഡ്, മേജർ ട്രോഫീസ് ഇല്ല. നീ പറഞ്ഞ കൗൺസിലിംഗും മോട്ടിവേഷനും വേണ്ട. ഈ അർജന്റീനക്ക് നീ പറഞ്ഞ 3 മുമ്പ് 2 ഉണ്ടായി. അത് മെസ്സിക്ക് മുമ്പും അർജന്റീനക്ക് ഒരു ചരിത്രം ഉണ്ടായി. ബ്രസീലിന്റെ നെയ്മറിന് മുമ്പും ഈ പറഞ്ഞ പോലെ ബ്രസീലിന് ഒരു ചരിത്രം ഉണ്ടായി. പക്ഷെ പോർച്ചുഗൽ എന്നൊരു കൊച്ചു രാജ്യത്തിന് ഒരു കൊച്ചു ദ്വീപിന് ഒരു ചരിത്രം വന്നിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ dos Santos സൗഹൃദം ഞങ്ങളുടെ CR7 ശേഷം മാത്രമാണ് അവിടെ ഒരു ചരിത്രം ഉണ്ടായത്. ലോകത്തുള്ള ലോകരാഷ്ട്രീയങ്ങളും ലോക ഫുട്ബോൾ താരങ്ങളും എല്ലാവരും പോർച്ചുഗലിനെ ഭയക്കാൻ തുടങ്ങിയതും ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അവരൊരു ഇംപെക്കബിൾ ഫോഴ്സ് ആണെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങിയതും ക്രിസ്ത്യാനോ റൊണാൾഡോ വരവിന് ശേഷമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ വരവിന് ശേഷം മാത്രമാണ് പോർച്ചുഗൽ ആകപ്പാട് 2 ട്രോഫി ഉണ്ടായതും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നാളെ ഭാവിയിൽ പോർച്ചുഗലിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിനെ പറയുള്ളൂ. അർജന്റീനയിൽ പറയുമ്പോൾ ചിലപ്പോൾ മറഡോണ എന്ന് പറയും, ചിലപ്പോൾ മെസ്സി എന്ന് പറയും. ബ്രസീലിനെ പറഞ്ഞ പെലെ എന്ന് പറയും, ഈ പറഞ്ഞ റൊണാൾഡിനോ എന്ന് പറയും, റൊണാൾഡോനെ എന്ന് പറയും. പക്ഷെ പോർച്ചുഗലിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ലൂയിസ് ഫിഗോ ലെജൻഡ് അല്ലെന്ന് പറയുന്നത്. കമ്പയറബിൾ ആണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ ലെജൻഡ് അല്ല, ലൂയിസ് ഫിഗോ കമ്പയറബിൾ ആണ്. കമ്പയറബിൾ ആണെന്നുള്ളത് വേറെ ഡിബേറ്റ് ആണ്. കമ്പയറബിൾ ആണെന്നുള്ളത് വേറെ ഡിബേറ്റ് ആണ്. ശരി, ലൂയിസ് ഫിഗോ പോർച്ചുഗലിന് വേണ്ടി ഇവനുൾപ്പെടെയുള്ള ഇവന്റെ ഇപ്പൊ കോളേജ് പഠിച്ചവരാ. ഇവനുൾപ്പെടെയുള്ള 2021 മുമ്പ് വരെ ബാഴ്സലോണയുടെ സ്കോഡിലെ എല്ലാ പ്ലേയേഴ്സിന്റെയും പിക്കിന്റെ അവിടെ മേജർ ട്രോഫീസ് ഉണ്ട്. അവിടെ ഓരോരുത്തർക്ക് വേൾഡ് കപ്പ് ജയിച്ചേക്കുന്നത്. ഇവിടെ നെയ്മർ ആണെങ്കിൽ കോൺഫെഡറേഷൻ കപ്പ്, സുവാരസ് ആണെങ്കിൽ കോപ്പ അമേരിക്ക ജയിച്ച എല്ലാം ഉണ്ട്. അവിടെ മെസ്സിയുടെ അവിടെ ഗ്യാസ് കുറ്റി വെച്ചേക്കുന്ന ഫോട്ടോ അല്ലേ, അത് വച്ചേക്കുന്നവര് തൂക്കിയിട്ടുള്ളതാണ് എന്നെ അർജന്റീന ഫാൻസിന്. പിന്നെ കോപ്പ ഫൈനൽ തോറ്റതിന് വരെ ഇട്ട് തൂക്കിയേക്കുന്നത്. അതായത് ഇന്ന് ഒരു ട്രോഫി ഉണ്ടോ എന്ന് ചോദിച്ചവനാണ്
ഇപ്പോ അർജന്റീനയുടെ കേസ് പറയുമ്പോൾ വിഷമിക്കുന്നത്. അതിൽ ഹാപ്പിയാണ് അവൻ. എന്താ വെച്ചാ പറഞ്ഞോട്ടെ, കപ്പ് 3 കപ്പ് 5 കൊല്ലത്തില് 2 കളിയെ തോറ്റിട്ടുള്ളൂ, 3 കപ്പടിച്ച്. ഇനി അടുത്തത് അടിച്ച 2 തോൽവിയിലും 4 കപ്പാ. ഇനി തോറ്റാലും കുഴപ്പമില്ല, 3 തോൽവി 3 കപ്പ്. 5 കൊല്ലത്തിൽ 3 ട്രോഫി എന്ന് പറയുമ്പോൾ നിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നിന്റെ ചരിത്രത്തിൽ ഇഷ്ടംപോലെ ട്രോഫികൾ ഉണ്ടായിരുന്നു. പക്ഷെ പോർച്ചുഗലിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ 2 ട്രോഫിയുള്ളൂ. ആ രണ്ടും ഒരാളുടെ ക്യാപ്റ്റൻസിയുടെ കീഴിൽ, ഒരാളുടെ ചെറുകിന്റെ കീഴിലായിരുന്നു. നമ്മള് ചരിത്രം പറയാൻ വന്നതല്ല. ഇവിടുത്തെ എല്ലാവർക്കും ഒരു ഫുട്ബോൾ ഡിബേറ്റ് മെസ്സി റൊണാൾഡോ ആണ്. ചരിത്രം നോക്കേണ്ട ആവശ്യമില്ല. അല്ല, നീ ഇപ്പൊ അത് പറഞ്ഞില്ലേ മെസ്സി റൊണാൾഡോനെ ഡിബേറ്റ് ഒന്നും. ഇത്തവണത്തെ ബാലൻഡിയോറിന്റെ ഒരു പ്ലെയറിന് കൊടുക്കാനുള്ള അവാർഡ് ഇപ്പൊ ബാലൻഡിയോർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇൻഡിവിജ്വൽ ഗ്ലോറി നോക്കിയിട്ടാണല്ലോ കൊടുക്കാറ്. ഫിഫ ഫാൻ പോയി മറ്റേതും ബാക്കിയുള്ളതും മറിച്ചത് ഞാൻ പറയാനുള്ള മെസ്സിയും ക്രിസ്ത്യാനോ വലിയ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബാലൻഡിയോർ കൊടുക്കാനായിട്ട്. ഇങ്ങനെ പെർഫോമൻസ് ആയിരിക്കണം, ഒരു ഇത്ര ലെവൽ ട്രോഫീസ് ഉണ്ടാവണം. ഇപ്പത്തെ പ്ലേയേഴ്സിന്റെ ഇതെടുത്താലുണ്ടല്ല പകുതി പോലും എത്തണില്ല. മെസ്സിയും ക്രിസ്ത്യാനോ മിനിമം ഒരു 40 ഗോളും ഒരു ഇത്ര അസിസ്റ്റ് ഇട്ടിട്ടുണ്ടാവും. നീ പറ ടോപ്പ് 3 നോമിനേഷൻസ് ആരൊക്കെയായിരിക്കും? ബാലൻഡിയോറിനാ ബെലിംഗ്ഹാം ആയിരിക്കും പിന്നർ, ഡൗട്ട് ഇല്ല. വിനീഷ്യസ്, കാർവഹാൽ. വിനീഷ്യസ് ഓക്കെ, ബെല്ലിംഗം ഓക്കെ. ഇംഗ്ലണ്ട് കപ്പടിച്ച ബെല്ലിംഗം ഉറപ്പായിട്ടും കിട്ടും. 3ാമത് ആരും ഉള്ളത് കാർവഹാൽ പറഞ്ഞ കാരണം ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഹെഡർ ഗോള്, ലാ ലീഗ, യൂറോപ്യൻ ഫൈനൽ. ഓക്കെ, ശരിയാ. 3 റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ആയിരിക്കും. വേറെ എനിക്ക് തേർഡ് പ്ലെയർ ആയിട്ട് പറയാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? എനിക്ക് ഇത്തവണ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു പ്ലെയർ എനിക്ക് തോന്നിയിട്ടില്ല. ഫിൽ ഫോർഡൻ, പക്ഷേ ആന്റണി എന്റെ പൊന്നോ, ക്രിസ്ത്യാനോ വിചാരിച്ചു പോയി ഒരു സെക്കൻഡ്. ആന്റണി സൂപ്പർ സബ് മൊമെന്റ്സ്. അതൊക്കെ അപ്പോ നീ പറഞ്ഞതുപോലെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം കോപ്പ അമേരിക്ക ഫിനാലെ. ഞാൻ പറയുകയാണെങ്കിൽ കൊളംബിയയ്ക്കോളൂ. കാരണം പറയട്ടെ, കാരണം അർജന്റീന കോപ്പ അമേരിക്കയിൽ ഒരു മര്യാദക്കുള്ള ഒരു ടീമായിട്ട് കളിച്ചിട്ടില്ല. എന്താണ് കൊളംബിയ അങ്ങനെ ഉണ്ട്. പിന്നെ കൊളംബിയ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 28 കളി തോക്കാണ്ട് അൺബീറ്റൻ ആയിട്ട് വന്നേക്കാണ്. പ്ലസ് ഇവര് കളിച്ചേക്കണ ഫിക്സ്ചർ എല്ലാം കമ്പാരിറ്റീവ്ലി ടൈറ്റ് ഫിക്സ്ചേഴ്സും ആണ്. അപ്പോ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ആ കളിച്ച് ആ ഒരു എന്താ പറയാ യൂസ്ഡ് ആയെന്നുള്ളൊരു പെട്ടെന്നൊരു വലിയ ടീമിനെ കളിക്കണ ഒരു ഇത് വരൂല, മനസ്സിലായ. മറ്റേതാവുമ്പോ ഓബിയസ്ലി ഹാമസ് റോഡ്രിഗസ്. പ്രെഡിക്റ്റ് ഞാൻ ചെയ്യാനുള്ള കാരണം ജയിച്ചിട്ടേക്കുന്നത് കണ്ടറിയാം. സ്കോർ ലൈൻ ഇപ്പൊ ടീമായിട്ട് കളിച്ചത്, എനിക്ക് ടീം കളിക്കുന്നു. ബട്ട് എന്താ പ്രശ്നം വെച്ചാൽ മെസ്സി ഒന്നും തിളങ്ങിയിട്ടില്ല. അപ്പോ ഈ ഒരു ഫൈനല് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. മിനിമം അല്ല, നിങ്ങളുടെ ഫൈനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീന രക്ഷകനായിട്ടിരിക്കുന്ന ഒരു കാവൽമാലാക വിരമിക്കണേണ്. മിക്കവാറും ഫസ്റ്റ് ഇലവനിൽ ഉണ്ടാവും. എല്ലാ ഫൈനലിലും ഗോൾ അടിച്ച് കളി ജയിപ്പിച്ച് ഇത്തവണയും ഡീമറി ഗോൾ അടിക്കും, കൂടെ മെസ്സിയും ഗോൾ അടിക്കും. നല്ലൊരു ഫെയർവെല്ല് മെസ്സിക്കും ഡീമറിക്കും. മെസ്സി വിരമിക്കുന്നല്ല ഉദ്ദേശിച്ചത്, നല്ലൊരു ഫെയർവെൽ. ജയിക്കട്ടെ, കൊളംബിയക്കും ജയിക്കണ്ട, കിട്ടണ്ട. അവൻ ഉദ്ദേശിച്ചത് ഇത് പോയ ഒന്നും പോവാനില്ല, പക്ഷെ ജയിക്കണം, അത്രേ ഉള്ളൂ. 1-0 കൊളംബിയ. 1-0 സ്കോർ അടിച്ചതില്ലല്ലേ? 1-0 കൊളംബിയ. നീ ഇപ്പൊ ഹാമസ് റോഡ്രിഗസ് പറഞ്ഞത്, നീ പ്ലെയർ ടു വാച്ച് ഔട്ട് ആയിരിക്കും പറയണ? ലൂയിസ് ഡിയാസ്. എന്ത് കൊളംബിയ കാരണം ചെറിയ ടെൻഷനൊക്കെ പോലെ. സോ എനിവേ, കൊളംബിയ, അർജന്റീന, സ്പെയിൻ, ഇംഗ്ലണ്ട്. ലെറ്റ്സ് സീ. നമ്മ രണ്ടുപേരും ചെയ്യുമല്ലോ പറഞ്ഞു. സോ until next time. ഇതിന്റെ അകത്ത് പറയണ ലാസ്റ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ചിറ്റാറ്റ് എന്നുള്ള ഒരു പേരായിരുന്നു, അത് മാറ്റി നമ്മളൊരു പുതിയ പേരിട്ടിട്ടുണ്ട്. ഒരുമിച്ച് പറയാലോ? സീറോ ബോൾ നോളജ്. വെൽക്കം ടു സീറോ ബോൾ നോളജ്. ആദ്യം പറയണ്ടായിരുന്നു, മറന്നുപോയി. അപ്പൊ നമുക്ക് അടുത്തതില് തിരിച്ചു വരാം. ഹാരി കെയ്ൻ ഫസ്റ്റ് ട്രോഫി ഫൈനൽ